എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് നമുക്ക് കിട്ടിയേക്കണേന്ന് നോക്കാം. നമുക്കിന്നും മത്തി തന്നെയാണ് കേട്ടോ കിട്ടിയേക്കണത്. എന്തുകൊണ്ടോ ഈയിടെയായിട്ട് മത്തി കുറേ കിട്ടാണ്ട് കേട്ടോ. കിട്ടണം എന്നല്ല, വാങ്ങിക്കണമുണ്ട്. കാരണം വലുതായത് കൊണ്ടിട്ടാണ് കേട്ടോ. വലുതായത് കൊണ്ടാണ് ചേട്ടൻ വാങ്ങിക്കണത്, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിക്കാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കൊടപ്പുളിയൊക്കെ പിഴിഞ്ഞിട്ട് എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് നമ്മൾ വെച്ചത് കേട്ടോ. അപ്പം നമ്മൾ വേവിക്കണമൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയില്ലായിരുന്നു. രാത്രി ആയതുകൊണ്ടിട്ട് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് വെട്ടണത് വരെ കിട്ടിയുള്ളായിരുന്നു. പിന്നെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് എടുത്തത്. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ എന്താണ് ഇഞ്ചിയും പച്ചമുളകും പിന്നെന്താണ് ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇതൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം സാധാരണ എടുക്കണതിൽ ഒരു കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടാണ്. എന്നിട്ട് അതിലിട്ട് വഴറ്റും. അപ്പോൾ അങ്ങനെ വഴറ്റി വരുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി അതൊന്നും മൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കുടപ്പുളി പിഴിഞ്ഞതും, പിന്നെ കുടപ്പുളിയാണ് കേട്ടോ, വളംപുളിയല്ല കുടപ്പുളി, അതും പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കും. ഇതാണ് നമ്മുടെ മത്തിക്കറി. അപ്പാര ടേസ്റ്റാണ് കേട്ടോ, സത്യം പറയാലോ. ഈ മത്തിക്ക് പ്രത്യേക ടേസ്റ്റാണ്. കാരണം നല്ല ദശ ഉണ്ടാവും, അതേമാതിരി തന്നെ പരിഞ്ഞിലൊക്കെ ഉണ്ടാവും. പരിഞ്ഞിൽ പക്ഷെ നമ്മൾ വറക്കണയിലാണ് ഇട്ടത്. വറുത്തിട്ടും നല്ല ഇങ്ങനെ ഇത്തിരി നെയ്യൊക്കെ വരണുണ്ടായിരുന്നു. നെയ്യ് അങ്ങനെ സാധാരണ വന്ന പോലെ നെയ്യല്ല, എന്നാലും അത്യാവശ്യത്തിനൊരു നെയ്യ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ഇന്നത്തെ മത്തിക്കറി. പിന്നെ എന്തെന്നാണ് നമ്മൾ പച്ചക്കറിയായിട്ട് വേറെ ഒന്നും വെച്ചിട്ടുണ്ടായില്ല. കാരണം പച്ചക്കറി വെച്ചത് നമ്മൾ ഉച്ചയ്ക്ക് എടുത്തായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് എടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസേ നമ്മുടെ കയ്യിൽ ഉണ്ടായുള്ളൂ. മേടിച്ചതൊക്കെ തീർന്നു വരെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു അച്ചിങ്ങയും കൂർക്കയും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതൊക്കെ ഇട്ട് വെട്ടിക്കൂട്ടി ഇട്ടിട്ട് അതൊരു മെഴുക്കുവരട്ടിയാക്കി വെച്ച്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ രാത്രിയിലത്തേക്ക് പിന്നെ വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മീൻ വറക്കണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമില്ലല്ലോ. അതെ, നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. ഞാൻ സ്വയം പുകഴ്ത്തണമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ രാത്രി ആയപ്പോഴേക്കും ചോറൊക്കെ തിന്നാനൊക്കെ ആയിട്ട് എടുത്തിട്ടാ. അതൊരു നമ്മൾ ഒരു 9:30 ആയപ്പോഴേക്കും നമ്മൾ ചോറുണ്ണാന്ന് കരുതി അങ്ങനെ ചോറുണ്ണാനായിട്ടൊക്കെ എടുത്തു. ഞാനപ്പോൾ വൈകുന്നേരം ചോറിട്ടേം കൊണ്ടിട്ടേ നല്ല ചൂടാണ് കേട്ടോ. ഈ പ്ലേറ്റിലൊക്കെ ഇട്ടാൽ പൊട്ടിപ്പോവും. പിന്നെ ഞാൻ ഇടക്ക് ഇങ്ങനെ ഇത് വിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പ്ലേറ്റും കൊണ്ടൊന്ന് വീശി തണുപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചോറെടുത്തത്. അങ്ങനെ എടുത്ത് വാരി വെച്ച ചോറാണ്. അപ്പം അതാണ് നമ്മൾ ഇടണത് കേട്ടോ. ഞാനിവിടെ കാര്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ പുത്രൻ ഇടയ്ക്ക് കയറി വന്നിട്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ പറയണേന്ന് അങ്ങോട്ട് വ്യതിചലിച്ചു പോകും. ഇന്നിപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതായിട്ടുള്ള കഥകളൊന്നുമില്ല, ഒക്കെ തീർന്ന്. പിന്നെ കുറേ നാളായിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ഒന്നും നടക്കണില്ല കേട്ടോ. നമ്മുടെ എന്തോ ഞാൻ വിചാരിക്കണ ഒരു കാര്യവും നടക്കാറില്ല. അതുകൊണ്ടിട്ട് ഇപ്പം ഞാൻ അതിന് മെനക്കെടാറില്ല. ഇപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ ആക്കി ചുരുക്കുകയാണ് കേട്ടോ ചെയ്യണം. കാരണം എനിക്ക് ഇത് ഡെയിലി വീഡിയോ ഇടണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ കിട്ടണ വീഡിയോ ഒക്കെ അങ്ങോട്ട് പരമാവധി എടുക്കാൻ പറ്റുന്ന വീഡിയോകളൊക്കെ നമ്മൾ എടുത്തിടേണ്ട ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യണമെങ്കിൽ മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കണമല്ലോ. അപ്പോൾ അതിനുള്ള നമുക്കുള്ള ഇപ്പം നേരമില്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ അതൊന്നും ഒഴിവാക്കിയിട്ട് പതുക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. വല്ലയിടത്തൊക്കെ പോകാനും പറ്റണില്ലേ. ഇപ്പോൾ ഒന്നാമത്തെ എങ്ങും പോകാറില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ അവിടെയൊക്കെ പോണ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അതും നടക്കണില്ല. എന്തോ അതിനൊരു സമയദോഷമാണെന്ന് തോന്നുന്നു കേട്ടോ.
അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അല്ല, എൻ്റെ സമയദോഷവും സമയമില്ലായ്മയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. ഞാനപ്പം എൻ്റെ ഭക്ഷണത്തിലോട്ട് എടുക്കട്ടെ. അപ്പോൾ ഓരോ കഷ്ണം മതി കേട്ടോ നമുക്ക്. എനിക്കത് മതി, ഓരോ കഷ്ണമൊക്കെ മതി. അതിൽ കൂടുതലൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു രണ്ട് കഷ്ണമൊക്കെ ആയിട്ട് കറി വെച്ചതാണെങ്കിൽ കഴിക്കണത്, വറക്കണതാണെങ്കിൽ കഴിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരയൊക്കെയാണ് കേട്ടോ. വേറെ അങ്ങനെ മീൻ കറികളൊന്നും അധികമൊന്നും കഴിക്കാറില്ല. അപ്പം ഇത് നാളത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അച്ഛനും അമ്മക്കും വേണ്ടി അവിടെ എടുത്ത് വെച്ചത്. അമ്മയ്ക്കല്ല, അച്ഛന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അമ്മ അങ്ങനെ കഴിക്കില്ല, അമ്മക്ക് പച്ചക്കറിയാണ് ഇപ്പം. അതുകൊണ്ടിട്ട് അതങ്ങനെ കഴിക്കാറില്ല. ഒരു കുറച്ച് മതിയല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാനെന്നാൽ വല്ലതൊക്കെ കഴിക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിക്കണം കേട്ടോ. നമ്മുടെ ചെറിയ ചാനലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.